ഹായ് മക്കളെ, വെൽക്കം ടു എജ്യൂപോർട്ട്. എല്ലാവർക്കും എജ്യൂപോർട്ടിൻ്റെ 8ാം ക്ലാസ് ബയോളജി ക്ലാസ്സോട്ട് സ്വാഗതം. നമ്മളിന്ന് വളരെ പെട്ടെന്ന് നമ്മുടെ ഒന്നാമത്തെ പാഠം നട്ട് നനക്കാം നന്മകൾ കൊയ്യുക എന്നുള്ള ലെറ്റ്സ് കൾട്ടിവേറ്റ് ആൻഡ് റീപ്പ് ദ ഗുഡ്നസ് എന്നുള്ള പാഠത്തിലെ മുഴുവൻ ടോപ്പിക്കും വളരെ പെട്ടെന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് മുന്നൊരു കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. നമ്മുടെ എജ്യൂപോർട്ട് നിങ്ങളെ മക്കൾക്ക് വേണ്ടി തുടങ്ങിയിട്ടുള്ള എജ്യൂപോർട്ടിൻ്റെ ഓണം സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഇപ്പോൾ നിലവിൽ ആക്റ്റീവ് ആണ്. നമ്മുടെ കമൻറ്റ് ബോക്സ് അതിൻ്റെ ലിങ്ക് പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പാഠത്തിൻ്റെ സമ്മറികളും ക്വസ്റ്റ്യൻ ആൻസറുകളും മൈക്രോ ബിറ്റുകളും നോട്ടുകളും എല്ലാം അവിടെ കിട്ടും. എല്ലാവരും ഇപ്പം തന്നെ ജോയിൻ ചെയ്ത് വെക്കുക. നമ്മൾ നേരെ പാഠത്തിലോട്ട് പോവാണ് കേട്ടോ. നമ്മുടെ ഒന്നാമത്തെ പാഠമാണ്. ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ ഉണ്ടാവും നമുക്ക് പഠിച്ചു തീർക്കാൻ. നമ്മൾ ഒന്നാമത്തെ ടോപ്പിക്കിലോട്ട് പോവുകയാണ്. എന്താണ് ടോപ്പിക്കിൻ്റെ പേര്? വ്യത്യസ്ത കൃഷി രീതികളാണ്, ഡിഫറൻറ്റ് ഫാമിംഗ് മെത്തേഡുകളാണ്. നമുക്ക് ഒരുപാട് സ്ഥലങ്ങളും ഏക്കർ കണക്കിന് ഭൂമിയും നിലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണോ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ? അല്ല, എങ്ങനെയല്ലേ കുറച്ച് സ്ഥലമാണെങ്കിലും സ്ഥലമില്ലെങ്കിൽ പോയി നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന കൃഷി രീതികളുണ്ട്. ഒന്നാമത്തെ കൃഷി രീതിയാണ് എന്ത് മക്കളെ? ചാക്കിൽ നമ്മൾ കൃഷി ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലേ, ചാക്കിൽ നമ്മൾ ഒരുപാട് കൃഷി ചെയ്യാറുണ്ട്. ആ രീതിയിൽ നമ്മൾ ചാക്കിൽ കൃഷി ചെയ്യുന്നു. എന്നാൽ എന്താ സാറേ മെച്ചം? കുറച്ച് മണ്ണ് മതി, കുറച്ച് സ്ഥലം മതി, നമുക്ക് ഒരുപാട് വിളകൾ ഇതുപോലെ വിളയിക്കാൻ വേണ്ടി പറ്റും. മറ്റൊരു രീതിയാണ് അക്വാപോണിക്സ്. അക്വാപോണിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ ജലം, ഈ ജലം തന്നെയാണ് ഇവിടേക്ക് പോകുന്നത്, ഇത് തന്നെയാണ് തിരിച്ചിങ്ങോട്ട് വരുന്നത്. ഒരേ ജലത്തിൽ നമ്മൾ ചെടികൾ അല്ലെങ്കിൽ നമ്മുടെ കൃഷി ചെയ്യുന്നു. അതുപോലത്തെ അതേ ജലത്തിൽ തന്നെ മീനുകളെയും വളർത്തുന്നു. ഒരേ ജലത്തിൽ കൃഷി ചെയ്യുകയും മീനുകളെ വളർത്തുകയും ചെയ്യുന്നു. ഒന്നിൽ തന്നെ ആ കൃഷി രീതി വിളിക്കുന്ന പേരാണ് എന്ത് മക്കളെ? അക്വാപോണിക്സ് അല്ലേ. അക്വ എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥം എന്താ? ജലം എന്നാണ് അർത്ഥം അല്ലേ, ജലം. അപ്പോൾ അക്വാപോണിക്സ് ആണ് ഒരേ ജലത്തിൽ നമ്മൾ മീൻ വളർത്തുന്നു, ചെടികൾ വളർത്തുന്നു. ഇതാണ് എന്ത്? അക്വാപോണിക്സ്. മറ്റൊരു കൃഷി രീതിയാണ് നമ്മുടെ കുപ്പിയിൽ, പ്ലാസ്റ്റിക് കുപ്പിയിലെ പെറ്റ് ബോട്ടിൽ നമ്മൾ കൃഷി ചെയ്യാൻ പറ്റും. ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ വലിച്ചെറിയാതെ അല്ലേ, നമ്മൾ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം കത്തിച്ച് കളയാതെ വലിച്ചെറിയാതെ നമുക്ക് ആ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇതുപോലെ റീസൈക്കിൾ റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. മറ്റൊരു രീതിയാണ് കൃഷി രീതിയാണ് വെർട്ടിക്കൽ ഫാമിംഗ് മെത്തേഡ് അല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് രീതിയാണ് മക്കളെ ഇത്. വളരെ രീതിയിൽ ഉയരങ്ങളിലോട്ട് തല കുത്തനെ നമ്മൾ കൃഷി ചെയ്യുക. ഈ രീതിയാണ് എന്ത്? വെർട്ടിക്കൽ ഫാമിങ്. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ലംബമായിട്ട് കൃഷി ചെയ്യുക. അങ്ങനെ ചെയ്താലും മെച്ചം എന്താടാ? കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് കൃഷി നമുക്ക് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല എല്ലാ ചെടികൾക്കും ഒരുപോലെ സൂര്യൻ്റെ പ്രകാശം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ കുറച്ച് സ്ഥലം ഉണ്ടായാലും ഒരുപാട് വിളവ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ മറ്റൊരു കൃഷി രീതിയാണ് ചെടിച്ചട്ടിയിൽ കൃഷി ചെയ്യുക എന്ന് പറഞ്ഞാൽ. സാധാരണ വീട്ടിൽ കണ്ടുവരുന്ന രീതിയാണ് അല്ലേ ചെടിച്ചട്ടിയിൽ കൃഷി ചെയ്യുക എന്ന് പറയുന്നത്. മറ്റൊരു രീതിയാണ് സ്ഥലമൊന്നുമില്ല, അല്ലെങ്കിൽ വീട്ടിൽ മുറ്റൊന്നുമില്ല, നിലങ്ങളൊന്നുമില്ല, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ വീടിൻ്റെ ടെറസിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. ആ കൃഷി രീതിയാണ് ടെറസിലെ കൃഷി എന്ന് പറഞ്ഞാൽ. അതുപോലത്തെ കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മണ്ണ് കുഴിക്കുന്നു, അതിൽ നമ്മൾ മരം കൊണ്ട് നടാലും നമ്മൾ വിത്ത് നടുന്നു. ഇത് മാത്രമല്ല നമ്മൾ കൃഷി ചെയ്യുക എന്ന് പറഞ്ഞാൽ വൈവിധ്യമായിട്ടുള്ള കൃഷികളുണ്ട്, കൃഷിയിൽ വൈവിധ്യങ്ങളുണ്ട്. ആദ്യത്തെ എന്താ മക്കളെ? നമ്മൾ ഫുഡിന് വേണ്ടി മാത്രമല്ല നമ്മൾ കൃഷി ചെയ്യാറുള്ളത്, വേറെയും ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? കൃഷി ചെയ്യാറുണ്ട്. ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടി കൃഷി ചെയ്യും അല്ലേ, ചിലപ്പോൾ പൈസയ്ക്ക് വേണ്ടി കൃഷി ചെയ്യാറുണ്ട്. ഈ രീതിയിൽ നമ്മൾ ഫുഡിന് വേണ്ടി അല്ലാതെ മറ്റ് കാര്യങ്ങൾക്ക് കൃഷി ചെയ്യാറുണ്ട്. ഒന്നാമത്താണ് വാഴ കൃഷി. സർ, വാഴ പഴം അതല്ല കേട്ടോ, അത് ഫുഡാണ്. പക്ഷേ എന്താടാ? വാഴയുടെ ഇല നമ്മൾ എന്ത് ചെയ്യുന്നു? കൃഷി ചെയ്യുന്നു. വാഴയുടെ ഇല നമുക്ക് വെട്ടി വിൽക്കാൻ വേണ്ടി പറ്റും, ഭക്ഷണങ്ങൾ പൊതിയാൻ വേണ്ടി പറ്റും. വാഴയുടെ ഇല നമ്മൾ കൃഷി ചെയ്യാറുണ്ട്. മറ്റൊന്നാണ് ഉദ്യാന കൃഷി, ഹോർട്ടിക്കൾച്ചർ. ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് വിറ്റ് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണ് നമ്മുടെ ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്. മറ്റൊരു കൃഷി രീതിയാണ് മക്കളെ നമ്മുടെ പക്ഷി വളർത്താൻ. നമ്മൾ ലവ് ബേർഡ്സ് വളർത്താറുണ്ട് അല്ലേ, വിൽക്കാൻ വേണ്ടി പറ്റും, ഒരു മാനസികമായ ഉല്ലാസം ലഭിക്കാറുണ്ട്. അതുപോലെ തന്നെ മെഡിസിനൽ പ്ലാന്റ്, ഔഷധ സസ്യങ്ങൾ കൃഷി ചെയ്യാറുണ്ട്. വെറ്റില കൃഷി ചെയ്യാറുണ്ട്, ബീറ്റിൽ കൾട്ടിവേഷൻ. ഫ്ലോറിയിലെ ഫ്ലവർ, പുഷ്പ ഫ്ലവർ, ഫ്ലോറികൾച്ചർ, ഫ്ലവർ കൃഷി ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അലങ്കാര മത്സ്യങ്ങൾ, ഓർണമെൻ്റൽ ഫിഷുകൾ നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ഗപ്പി, പിന്നെ കോയിക്കാർപ്പുകൾ, ഗോൾഡ് ഫിഷുകൾ, സാരിവാല, ഇതുപോലെയുള്ള ഫിഷുകൾ നമ്മൾ ഫൈറ്ററൊക്കെ നമ്മൾ കൃഷി ചെയ്യാറുണ്ട്. ഇതാണെന്ത്? നമ്മുടെ ഓർണമെൻ്റൽ ഫിഷ് ഫാമിംഗ്, അലങ്കാര മത്സ്യകൃഷി. അടുത്തത് എന്താ മക്കളെ? നമ്മൾ നായ, മുയൽ, പൂച്ച പോലെയുള്ള ഓമന മൃഗങ്ങളെ വീട്ടിൽ വളർത്താൻ റൈസിങ് ഓഫ് പെറ്റ്. ഇതൊക്കെ കൃഷിയുടെ വൈവിധ്യങ്ങളാണ് അല്ലേ. സാധാരണ നമ്മൾ പറയുന്ന ഫുഡിന് വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ സാധാരണ നമ്മൾ കാണുന്ന കവുങ്ങ്, തെങ്ങ്, ഏലം, പാടം, ഇത് മാത്രമല്ല, പകരം ഒരുപാട് കൃഷി രീതികളുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ കൃഷിയൊക്കെ കൃത്യമായിട്ട് നല്ല രീതിയിൽ വളരാൻ നമുക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്? ഫെർട്ടിലൈസേഴ്സിൻ്റെ ആവശ്യമുണ്ട്, വളങ്ങൾ ആവശ്യമുണ്ട്. വളങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ചെടി
കൃത്യമായി വളരുന്നതിൻ്റെ ഉറപ്പ് വരുത്തുക എന്നുള്ളത് എല്ലാ മൂലങ്ങളും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് വളങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ. മാക്രോ മൈക്രോ രണ്ട് രീതിയിൽ ന്യൂട്രിയൻസ് ഉണ്ട്. ചെടികൾക്ക് കൂടിയ അളവിൽ ആവശ്യമുള്ള ന്യൂട്രിയൻസിന് നമ്മൾ മാക്രോ ന്യൂട്രിയൻസ് എന്നും സ്മാളർ എമൗണ്ടിൽ കുറഞ്ഞ അളവിൽ മാത്രം ആവശ്യമുള്ളതിന് നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് വിളിക്കുന്നു. ഇപ്പോൾ നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ ആണ് ഇതിൻ്റെ എക്സാമ്പിൾസ് എന്നും. അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസിന് എക്സാമ്പിൾസ് ബേരിയം, ബോറോൺ, സിങ്ക്, കോപ്പർ, മഗ്നീഷ്യം, ഇരുമ്പ്, ബോണ്ടിൽ ക്ലോറിൻ, നിക്കൽ ആണെന്നൊക്കെ ഉള്ളത് നമ്മൾ ഒരു കോഡിലൂടെ പഠിപ്പിക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മക്കൾ, അതൊന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് മാക്രോ മൈക്രോ എന്ന് പഠിക്കുന്നു, അതിൻ്റെ എക്സാമ്പിൾസ് പഠിക്കുന്നത്. അതുപോലെ തന്നെ 4 വളങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ബയോ ഫെർട്ടിലൈസേഴ്സ്, ജീവാണു വളങ്ങൾ, ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ്, കൃത്രിമ വളങ്ങൾ, അതുപോലെ തന്നെ നാനോ ഫെർട്ടിലൈസേഴ്സ്, നാനോ വളങ്ങൾ, ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്, ഓർഗാനിക് വളങ്ങൾ. ഇത് പഠിക്കുമ്പോൾ എല്ലാത്തിൻ്റെയും എക്സാമ്പിൾ പഠിക്കണം, അതിന് സവിശേഷതകളും എൻ്റെ മക്കൾ പഠിക്കുന്ന കൂട്ടത്തിൽ പഠിച്ച് പോകണം കേട്ടോ. അടുത്തത് മക്കൾ നടീൽവസ്തുക്കളാണ്. നമ്മുടെ പ്ലാന്റിങ് ടെക്നിക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, സാധാ പോലെ മണ്ണ് കുഴിച്ചിടുന്നത് മാത്രമല്ല, കൃഷി രീതി വേറെ ഒരുപാട് ടെക്നിക്കുകളുണ്ട്. ഗ്രാഫ്റ്റിംഗ് ഉണ്ട്, ബഡ്ഡിംഗ് ഉണ്ട്, ഹൈബ്രിഡൈസേഷൻ ഉണ്ട്, ലയറിംഗ് ഉണ്ട്, GM ക്രോപ്പും ടിഷ്യൂ കൾച്ചറുകളുണ്ട്. നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത് GM ക്രോപ്പുകളെ പറ്റിയും ടിഷ്യൂ കൾച്ചറിനെ പറ്റിയുമാണ്. GM ക്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? GM ജനിതക ഘടന അല്ലെ, ജനറ്റിക് മെക്കാനിസം മോഡിഫൈ ചെയ്യുന്നു. ഇതുപോലെ ജനിതക ഘടനയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്തിയിട്ടുള്ള കൃഷികൾ വിളിക്കുന്ന പേരാണെന്ത്? ജനറ്റിക്കലി മോഡിഫൈഡ് കൃഷികൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സാമ്പിൾസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മുടെ കീടനാശിനികൾ ചെറുക്കുന്ന കോട്ടൺ ചെടികൾ, കളനാശിനികൾ പ്രതിരോധിക്കുന്ന സോയാബീന്, വിറ്റാമിൻ എ ഒരുപാട് അടങ്ങിയിട്ടുള്ള റൈസൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. അടുത്താണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ചെടിയുടെ ടിഷ്യൂ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് ഒരുപാട് മാതൃസസ്യത്തിന് അതേ സ്വഭാവ ഗുണങ്ങളുള്ള അതേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരുപാട് ലാർജ് നമ്പർ കൃഷി ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ വെള്ളം വളരെ കുറഞ്ഞിട്ട് എല്ലാ കാലാവസ്ഥയിലും കൃഷി ചെയ്യാൻ പറ്റുന്ന 3 കൃഷി രീതിയുണ്ട്. ഒന്നാണ് ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞാൽ ഒരു പോളിത്തീൻ ഷീറ്റോ പ്ലാസ്റ്റിക് കവറോ കൊണ്ടൊരു കൂടാട് നിർമ്മിച്ചിട്ട് സൈഡിലൊക്കെ നെറ്റൊക്കെ കെട്ടിയിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നു. ഇതാണ് ഗ്രീൻ ഹൗസ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ. മഴക്കാലത്തും വേനൽക്കാലത്തൊക്കെ ഒരുപോലെ കൃഷി ചെയ്യാൻ പറ്റുന്ന കൃഷി രീതിയാണ് ഗ്രീൻ ഹൗസ് അല്ലെങ്കിൽ ഹരിതഗൃഹം എന്ന് പറയുന്നത്. അടുത്ത എന്താണ് മക്കളെ? നമ്മുടെ വേരിലൊക്കെ കൃത്യമായിട്ട് തുള്ളികളായിട്ട് പൈപ്പും വാൾവൊക്കെ വെച്ചിട്ട് നമ്മൾ വെള്ളം എത്തിച്ചു കൊടുക്കുന്ന രീതിയാണ് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ. ഒരു തിരി ഉപയോഗിച്ച് എത്തിച്ചു കൊടുക്കുന്ന തിരി നന അല്ലെങ്കിൽ വിക്ക് ഇറിഗേഷൻ എന്ന് വിളിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മണ്ണിനെല്ലാം ഒരു കരിയിലകളോ വൈക്കോലൊക്കെ വെച്ചിട്ട് നമ്മൾ മൂടുന്നു അല്ലേ. നമ്മൾ കൃത്യമായിട്ട് വെളിച്ചം അടിച്ചിട്ട് വെള്ളം ബാഷ്പീകരിച്ച് പോകില്ല, വേറെ കളകളൊന്നും അവിടെ എക്സ്ട്രാ ഉണ്ടായി വരില്ല. ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കൃഷി രീതി പണ്ട് മുതലേ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണ് എന്ത്? മൾച്ചിങ് അല്ലെങ്കിൽ പുതയിടൽ എന്ന് പറഞ്ഞാൽ. നമ്മുടെ എന്തോ കൊണ്ട് നമ്മളെ മണ്ണിനെ പുതപ്പിക്കുന്നു, പുതയിടൽ. കരിയിലകൾ വൈക്കോലൊക്കെ വെച്ചിട്ട് മണ്ണിനെ നമ്മൾ മൂടുന്നു. അടുത്തതാണ് മക്കളെ എന്ത്? സ്മാർട്ട് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്നോളജി വാച്ചിൽ വന്നപ്പോൾ സ്മാർട്ട് ഫാമിംഗ് ആയി, ടെക്നോളജി ഫോണിൽ വന്നപ്പോൾ സ്മാർട്ട് ഫോണായി. അതുപോലെ ടെക്നോളജി എവിടെ വരുന്നു? നമ്മുടെ ഫാമിങ്ങിന് വരുന്നു. സെൻസറുകൾ, AI, IoT, നമ്മുടെ മെഷീൻസൊക്കെ ഉപയോഗിച്ച് നമ്മൾ കൃഷി ചെയ്യുക. ഈ കൃഷി രീതിയാണ് എന്ത്? സ്മാർട്ട് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ. അതിന് 4 കാര്യങ്ങൾ പഠിക്കാനൊന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയുള്ള ഫാമിംഗ്, അത് സ്മാർട്ട് ഫാമിംഗ് ആണ്. അതുപോലെ തന്നെ IoT, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഒരുപാട് സെൻസറുകളുടെ സഹായത്തോടെ നമ്മൾ കൃഷി ചെയ്യുന്ന കൃഷി രീതിയാണ് IoT എന്ന് പറഞ്ഞാൽ. ഒരുപാട് സെൻസറുകളും മെഷീനൊക്കെ ഉപയോഗിച്ച് നമ്മൾ കൃഷി ചെയ്യുന്നു. അതുപോലെ തന്നെ അടുത്ത മക്കൾ എന്ത്? ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ്. ജലത്തിൻ്റെ ലായനി നമ്മൾ കൃഷി ചെയ്യുന്നത് ഹൈഡ്രോപോണിക്സ് എന്നും, എയറിൽ നമ്മൾ തൂക്കിയിട്ടിട്ട് നമ്മുടെ വേരിലോട്ട് കറക്റ്റ് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യുന്നു അല്ലേ. അതുപോലെ തന്നെ വെള്ളങ്ങളൊക്കെ നമ്മൾ സ്പ്രേ ആക്കി അടിച്ചു കൊടുക്കുന്നു, അതിന് സെൻസർ ഉപയോഗിക്കുന്നു. ഇതാണ് നമ്മൾ എയറോപോണിക്സ് എന്ന് വിളിക്കുന്നത്. ഏറ്റവും അവസാനം ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗുകളാണ്. നമ്മൾ ഒരു സ്ഥലത്തിൻ്റെ പേര് കൊടുത്തിട്ട് ഓരോ ഫലങ്ങളെ പറയല്ലേ, ഓരോരോ വിളകളെ ഒരു സ്ഥലത്തിൻ്റെ പേരും ഒരു യോജിപ്പിച്ച് പറയുന്നു. പാലക്കാടൻ മട്ടയരി അല്ലേ, മലബാർ കുരുമുളക്, തിരൂര് വെറ്റില എന്നിങ്ങനെ സ്ഥലത്തിൻ്റെ പേര് കൂട്ടി പറയുക. അതിന് കാരണം എന്താ? ആ സ്ഥലത്ത് വളരുന്ന കൃഷിക്ക് എന്തോ ചില പ്രത്യേകത ഉണ്ട്. ടേസ്റ്റിലോ കളറിലോ മണത്തിലോ രുചിയിലോ എന്തൊക്കെയോ ചില പ്രത്യേകത ഉണ്ടായത് കൊണ്ട് അതിൻ്റെ പേര് കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ സ്ഥലത്തിൻ്റെ അല്ലേ, ആ ജിയോഗ്രഫി, ആ ഭൗമ പ്രദേശത്തെ സൂചിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പേര് വിളിക്കുന്നു. അതാണ് ജിയോഗ്രഫിയിൽ ഇൻഡിക്കേഷൻ ടാഗ് എന്ന് പറഞ്ഞാൽ. അത് ഉദാഹരണങ്ങൾ എൻ്റെ മക്കൾ പഠിച്ചു വെച്ച് പോകണം. ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കൾ പഠിച്ചു പോകേണ്ടത്. എന്തെങ്കിലും ഡൗട്ടോ മറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ആണ്. നിങ്ങൾക്ക് ഇതിൽ മെസ്സേജ് അയച്ചും ചോദിക്കാവുന്നതാണ്. എല്ലാവരും നല്ല പോലെ പഠിക്കുക. എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്.